ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഗെയിമിംഗ് ടെസ്റ്റഡി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഡയമണ്ട് തപ്പി പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. ഇപ്പം തന്നെ നൈറ്റ് ആയില്ലേ, നമുക്ക് പോയി ഉറങ്ങിയിട്ട് വരാം. ഉറങ്ങുന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെ പോകാം, അതായത് സുഖം. അയ്യോ ഗൈസ്, ഫുള്ള് ഇവിടെ തന്നെ ഞാൻ ഉറങ്ങി അടിച്ചു. എന്താ പറഞ്ഞാൽ വീട്ടിൻ്റെ അവിടേക്ക് പോകാൻ പറ്റുന്നില്ല, അവിടെ ഫുള്ള് സോംബീസാണ്. ഇന്ന് നമ്മൾ മൈനിങ്ങിന് പോകാൻ പോണ്, അതും ഡയമണ്ട് തപ്പിയിട്ട്. എത്രയോ വൈ ലെവൽ 5 ഇത്രയോ ഉണ്ട്. പക്ഷേ എൻ്റെ ഷീൽഡ് പൊട്ടി കേസ്. ഞാൻ പോയി ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ക്രീപ്പർ നായി ഷീൽഡ് പോയി എടുത്തിട്ട് വന്നിട്ട് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഷീൽഡ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ട് ഷീൽഡ് പൊട്ടിയെൻ്റെ, അതുകൊണ്ടാണ് തോന്നുന്നു. പോയിട്ട് ഷീൽഡ് റെഡി ആക്കട്ടെ. ഷീൽഡ് പൊട്ടിക്കാൻ പറ്റുമോ? ചിലപ്പോൾ നടന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഒരു അയൺ കിട്ടിയിട്ട് അവിടെ നിന്ന് ഒരൊറ്റ അയൺ. അത് വന്നാൽ എൻ്റെ ചിലപ്പോൾ അയൺ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിൽ സ്മെൽറ്റാക്കാം, ഇല്ലെങ്കിൽ ഒന്നുണ്ടല്ലോ അത് സ്മെൽറ്റാക്കി വിടാം. നമുക്ക് വേഗം പോയിട്ട് വീട്ടിനുള്ളിൽ കയറട്ടെ, എന്നിട്ട് അത് സ്മെൽറ്റാക്കാം. ഇവിടെ ഒരു കേവല്ല അല്ലേ ഗൈസ്. വേഗം പോവുക. എന്നിട്ട് ഇതൊന്ന് സ്മെൽറ്റാക്കിയിട്ട് ഇനി വീട്ടിനുള്ളിൽ ഇനി എന്തൊക്കെ ചെയ്യണമെന്തോ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അവിടെ എൻ്റെ അയൺ ഉണ്ട്, നോക്കട്ടെ. ഭാഗ്യത്തിന് ഒരു അയൺ ഉണ്ട്. ഞാൻ അന്ന് എടുത്ത് വെച്ചത്. ഈ ലൂട്ടൊക്കെ ഒന്ന് മാറ്റട്ടെ. ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് എടുത്തിരിക്കട്ടെ. ഇതൊക്കെ മാറ്റിട്ട് ഗൈസ്. ഷീൽഡ് ഉണ്ടാക്കി നമുക്കിനി മൈനിങ്ങിന് പോവാം. നമ്മുടെ പവർഫുൾ മൈനിങ്, നമ്മളെ ഫുൾ എന്താണ് അയൺ ആർമർ ആൻഡ് അയൺ ടൂൾസാണ്. ഇന്ന് നമുക്ക് അതന്നെ ചാടി എടുത്ത് പറഞ്ഞു. നമുക്ക് വേഗം ഫുൾ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കണം. ഇത് പറ്റുമോ? ഇതൊരു റിവീനാണോ കേവാണോ എന്ന് അറിയുന്നില്ല. ടോർച്ച് ഇത്ര ഉള്ളത് പ്രതീക്ഷിച്ച അത്ര വലിപ്പമില്ല ഗൈസ്. നമുക്ക് വേറെ മൈനിങ് നമുക്ക് തന്നെ മൈൻ ചെയ്യേണ്ടി വരും. നോക്കാം, ഒരു പരിധി വരെ പോയി നോക്കാം. അവിടെ എവിടെയെങ്കിലും ഒരു കേവ് ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ കേവിൽ ഒന്നുകൂടി ഇറങ്ങാം. ചെറിയ പേടി, ഫുൾ മോബ്സ് ഉണ്ടാവും. ശരി, എന്തായാലും ഇറങ്ങാം. ഡയമണ്ടിൽ ഒരു മിനിമം അയൺ, ഞാൻ ഫുൾ അയൺ ആർമർ ആവാൻ എത്ര 30 എത്ര ആവശ്യം വന്നു എനിക്ക്. അപ്പോൾ ഡയമണ്ട് ഫുൾ ആർമർ ആവണമെങ്കിൽ 30 വേണം അല്ലേ. അപ്പോൾ 30 പറഞ്ഞാൽ കിട്ടണം പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെടണം. ഒരിക്കൽ തോന്നുന്നു ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് ഒന്നെങ്കിലും കിട്ടുമെന്നാണ് സംശയം. പറഞ്ഞാൽ കേവ് ചെറിയ കേവല്ലേ. എന്താ ഇവിടെ പടക്കം പൊട്ടിയിട്ടുണ്ട്? പടക്കമല്ല, എവിടെ സ്ഥലം? എനിക്ക് വേഗം പോയി മൈൻ ചെയ്യണം. എവിടെ സ്ഥലം? പൊന്നു മക്കളെ, ഈ സ്ഥലം എവിടെ? സ്ഥലമേ കാണില്ല. കിട്ടി. അങ്ങനെ കുറച്ച് ഡാമേജും കിട്ടിയിട്ടുണ്ട്. സന്തോഷമായി. ഫുഡുള്ളതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ആരിനെയും നമുക്ക് പേടി. കോള് കളക്ട് ചെയ്യാം. ഞാൻ വെറുതെ എന്താ യൂസ് ചെയ്തെന്നറിയോ? മറ്റേ കോൾ എന്താ ഈ അയൺ പിക്കേഴ്സ് അത്രയ്ക്ക് യൂസ് ചെയ്യുന്നില്ല. കിട്ടാൻ കുറച്ച് പാടുപെട്ടു. ഞാൻ മേലേക്ക് വരാൻ അതിലേറെ പാടുപെട്ടു. വേറെ കാര്യം നിർത്തി മാറ്റട്ടെ. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കേവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുമോ എന്തോ ഗൈസ്. ആർക്കും അയ്യേ വലിയ ഇതൊക്കെ കൊടുത്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ. മൂഞ്ചി അവസ്ഥ ഗൈസ്. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നെ ഇട്ടൊരു സ്റ്റെപ്പ് പോലെ നമുക്ക് മൈൻഡ് ചെയ്ത് പോവുക. ഇവിടെ ഈ കേവ് ചെറിയ കേവാണ്. നമ്മുടെ വീട് കണ്ണ് തല
നമ്മൾ എത്രത്തോളം മൈൻ ചെയ്യുമോ പറയാൻ പറ്റില്ല. അത് എത്ര വൈ ലെവൽ 5-15 എത്ര അല്ലേ ഡയമണ്ട് കിട്ടണം പറഞ്ഞാൽ, അത് അത്രയും മൈൻ ചെയ്യൽ കുറച്ച് പാടല്ലേ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മൈൻ ചെയ്യാം. ഇതൊക്കെ ഞാൻ ശവലും കൊണ്ട് പൊട്ടിക്കണ്ടായിരുന്നു. ശവലിനെ എടുത്തിട്ടുള്ള എനിക്ക് മേലെ പോയി എടുക്കാനൊന്നും ഇത്രക്കൊന്നും വയ്യ. ഇതിപ്പോൾ പൊട്ടിക്കാൻ തൽക്കാലത്തിന് എന്തായാലും ഇതൊക്കെ പൊട്ടിച്ച് കഴിയണമൊക്കെ എൻ്റെ ശവല പൊട്ടിക്കട്ടെ വേഗം. ഇത് ഫുള്ള് ഡേർട്ടാണല്ലോ. സ്റ്റോണാണെങ്കിൽ വേഗം പൊട്ടിയും കഴിയുന്നതാക്കണ്ടില്ലേ. ഞാനിപ്പോൾ എൻ്റെ ഇത് പൊട്ടിക്കഴിയട്ടെ എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എത്തിയാൽ മതി. ഇങ്ങനെ പോയൊരു കേവ് കിട്ടിയാൽ അടിപൊളിയായി. എനിക്ക് കണ്ണ് കാണുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾക്ക് കണ്ണ് കാണാൻ വേണ്ടി ഞാൻ വെക്കണം ഗൈസ്. വേഗം പൊട്ടിക്കട്ടെ. ഞാൻ ഇപ്പം തന്നെ 15 ലെവലുണ്ട്. 2 ഞാൻ 2 വന്നിട്ട് മറ്റൊന്ന് യൂസ് ചെയ്യുള്ളൂ. ഒരു ബുക്ക് സ്റ്റാൾ എന്തോന്ന് പറയാം, അത് ഉണ്ടാക്കാൻ എനിക്ക്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ അതൊക്കെ അപ്ഗ്രേഡ് ആക്കാൻ പറ്റും. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഗൈസ് എത്ര വന്നിട്ടും ഒരു കേവ് പോലും കിട്ടിയിട്ടില്ല. എന്താണ് കേവ് കിട്ടുമ്പോഴത്തെ ഞാൻ കുഴിച്ച് വന്ന്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കുഴിക്കുക. കേവ് കിട്ടിയ സമാധാനം. സൂപ്പർ. ഇനിയിപ്പോൾ നമുക്ക് ഇനി അയൺ പിക്കാസിനെ യൂസ് ചെയ്യാം. ഇതാണ് ചറവറാന്ന് പൊട്ടിച്ചിട്ട് പോവുക. ഒരു കേവ് കിട്ടിയാൽ എനിക്ക് പേടിയൊന്നുമില്ല, ചെറുതായിട്ട് വേറൊന്നുമില്ല. എനിക്ക് ഇത് വന്ന വഴി അവിടെന്ന് വന്നില്ല. രാത്രി ആയി കുഴപ്പമില്ല. രാത്രിയോ രാവിലെ എന്തോ ആവട്ടെ, നമ്മൾ എങ്ങനെയും അങ്ങനെ കണ്ടുപിടിക്കണം. ഡയമണ്ട് കണ്ടുപിടിക്കണം. എത്തൊരു കേവ് എത്തിയാൽ മതി ഗൈസ്. 10 ടോർച്ചും ഉണ്ട്, ഞാനും ഉണ്ട്. കേവ് എത്തിയാൽ സമാധാനം. എനിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ വേണ്ട. എന്തായാലും ഇത് പൊട്ടിയാലും സീനൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ 8 അയൺ ഇങ്ങോട്ട് ഉണ്ട് തോന്നുന്നു. അതെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ 8 അല്ല 1 ആണ്. നോക്കാം എന്താണ് ഇത്ര കുഴിച്ച് വന്നിട്ട് ഒരു കേവ് കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് നല്ല ദേഷ്യമുണ്ട്. ഇന്ന് ഞാൻ താഴേക്കാണ് കുടിച്ചു പോവാണ്. അയൺ കിട്ടിയിട്ടുണ്ട് 32. ഇപ്പം ഞാൻ താഴേക്ക് തന്നെ 1 2 3 കിട്ടിയ വാവ് മതി. ഇനിയും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞു. ഇനി നമുക്ക് 2 എണ്ണമായിട്ട് ഇങ്ങനെ കുടിച്ചു പോവാം. മേലേക്ക് വരുന്ന കുറച്ച് പാടാണ്. ഇതവിടെ കുറച്ച് അയണുണ്ട്. ഈ അയൺ എടുത്തെടുക്കുക. നമുക്കിപ്പം അയണ് മാത്രമാണല്ലോ കിട്ടുന്നത്, ഡയമണ്ട് കിട്ടില്ല തോന്നണം ഇങ്ങനെ പോയാൽ. അയൺ കഴിഞ്ഞു. അയൺ അത്യാവശ്യം കിട്ടുന്നുണ്ടായിട്ട് അയൺ ഗൈസ്. ഇങ്ങനെ കുഴിക്കുന്നത് എന്ത് പറഞ്ഞാൽ പെട്ടെന്ന് ലാവയൊന്നും വരാണ്ട് നിന്ന. ഏതാണ് സ്ഥലം? ഒരു റിവീനാണ് തോന്നണു. പെട്ട് ഇപ്പോൾ വഴിയില്ല. ഒരു കേവാണ്. മേലേക്ക് കയറാൻ വേറെ വഴിയുണ്ടോ എന്തോ. അവിടെ വഴിയാണ്. ഇത് കുറച്ച് പാടാണ്. അതാ മേലേക്ക് വന്ന വഴി ഞാൻ വിട്ടു. തന്നെ എൻ്റെ ലൈഫും കുറവുണ്ട്. പടയ്ക്കൽ കുറച്ച് പണിയാണ്, ശോകം പണിയാണ്.
ഇനി നമ്മൾ ആദ്യം ഇതിവിടെ വെക്കണം, എന്നിട്ട് ഇത് അടയ്ക്കാം. ഓക്കെ, ഇത് താഴേക്ക് വാ, ഇതിവിടെ വെക്കി. റെഡി. ഇനി അടയ്ക്കാൻ പറ്റും, ഇനി അടയ്ക്കാൻ പറ്റണം. റെഡി. ഇനി നമുക്ക് റെഡിയാക്കാൻ പറ്റൊക്കെ. ഇനി എന്തത് റെഡിയാക്കാൻ പറ്റുന്നത്? നിക്ക് വഴിയുണ്ട്, ഒക്കത്തിനും വഴിയുണ്ട്. ഇവിടെയും വെള്ളമാണ്. എന്നിട്ട് കയറി. നമ്മൾ വന്ന സ്ഥലത്തിന് കുറച്ച് തൊട്ടടുത്ത് അത്ര തന്നെ എത്തണില്ല. നമുക്ക് ടോർച്ചെല്ലാം വെക്കേണ്ടത് മേലേക്ക് വെച്ചിട്ട് പോവാ ഗൈസ്. ടോർച്ച് മേലേക്ക് വെച്ചിട്ട് പോവാ. നമ്മൾ വന്ന സ്ഥലം എത്തിയിട്ടില്ല. ഇനിയും മേലേക്ക് കയറുക. ഇതെന്താണ് നമ്മൾ വന്ന സ്ഥലം ഇതാണ്. ഇനി നമുക്ക് എവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കാം. മേലെ പോയി ഒന്ന് ഉറങ്ങണ വേണ്ട, എന്തെങ്കിലും ഇതുണ്ടല്ലോ, ബെഡ് ഉണ്ടപ്പോൾ ഇവിടെ കിടക്കാമല്ലോ. അവിടെ കടന്നിട്ട് നമുക്ക് ഇനി എന്തൊക്കെ പണിയുണ്ട്. ഡയമണ്ട് മൈന് വെക്കുന്നോണ്ടൊന്നും ഡയമണ്ട് കിട്ടില്ല എന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിക്കുക, കുഴിച്ച് നമുക്ക് കുറച്ച് ദൂരം പോവുക. എന്താവും എന്തോ. കുറച്ചും കൂടി അടിയിൽ പോയാൽ കുറച്ചും കൂടി അയൺ കിട്ടി. അയണാണ് ഇപ്പോൾ കൂടുതൽ. ഡയമണ്ട് 2 എണ്ണമാണ് മറ്റേ ബുക്ക് സ്റ്റാൾ എന്തോ സംഭവം ഉണ്ടാക്കാൻ. എൻ്റെ പേരേക്ക് വരുന്നില്ല. അയണാണ്. അല്ല, അയണല്ല. ടോർച്ച് കൊണ്ട് ഞാനും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് തോന്നണമെന്ന് പറയാൻ വന്നുള്ളായിരിക്കും. എന്താണ് എനിക്ക് ശോകം. മേലേക്ക് തന്നെ പോകാൻ നടക്കും തോന്നുന്നില്ല അവിടുത്തത്. അപ്പം തന്നെ രാവിലെ അല്ലേ, ഉറങ്ങി എണിച്ചൂലേ, ഒന്നും ഓർമ്മയില്ല. ഇനി ഒന്നും കൂടി പോയി ടോർച്ച് ഉണ്ടാക്കണം. മേലേക്ക് പോവുക, ടോർച്ച് ഉണ്ടാക്കണം. നീ ഒന്നുകൂടി 2-3 ടോർച്ച് ഉണ്ടാക്കുക. എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് പിന്നെ ആവശ്യം വരും. ഇവിടേക്ക് എന്തിനും വേറെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ വന്നാലോ. ഈ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയാലും ആ സ്റ്റെപ്പ് വെക്കാണ്ട് മേലെ കയറാൻ കുറച്ച് പണിയാണ്. കയറുന്നില്ല കണ്ടവേ. മേലേക്ക് എത്തി ഗൈസ്. ഇനി പോയി നമുക്ക് കിട്ടിയ അയൺ കൂടി സ്മെൽറ്റ് ചെയ്യണ നോക്കട്ടെ. കുറച്ച് ടോർച്ച് ഉണ്ടാക്കാനുള്ളതുണ്ട്, നോക്കട്ടെ. എത്ര അയൺ കിട്ടി എനിക്ക്? 14 അയൺ. 8 അയണും കൂടി ഉണ്ട്. 21 അയണും കൂടി ഉണ്ട് എക്സ്ട്രാ നമുക്ക്. ഇതിൽ പിന്നെ എന്തോ ഒരു മിസ്സിങ് ആണ്. ഞാൻ തപ്പി വന്നത് കിട്ടിയില്ല. ഷവൽ ഇതുണ്ട് എൻ്റെ കയ്യിൽ. നമുക്ക് എന്താ വേണ്ടത്? ഇത് മാറ്റുക. എന്നിട്ട് ഇത് ഫുള്ളും ഇങ്ങോട്ട് മാറ്റുക കേസ്. എത്ര കോള്? 2-3 കോൾ ആവശ്യം വരും. കോളിൻ്റെ കാണുന്നുള്ളൂ. പെട്ടെന്നുണ്ട്. സ്റ്റിക്ക് 6 വേണം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് എടുക്കുക. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. 24 ടോർച്ചൊന്നും വേണ്ട, മതി. 23 ടോർച്ച് മതി. ബാക്കി അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണം എനിക്ക്. 21 അയൺ സ്മെൽറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. താഴേക്ക് പോവുക. ഫുഡ് കഴിക്കാൻ എന്തായാലും ഫുഡ് നമുക്ക് ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട വരുമോ? ഇവിടെ എത്ര ഇതുണ്ട്? 1 2 3 ഇതുള്ളൂ. അതിൻ്റെ ഉള്ളൂ. ഞാൻ 4 കണ്ട പോലെയും 3 ഉള്ളൂ. പക്ഷെ നമുക്ക് 3 ഇതിൽ പോയി നോക്കാം. ഇതിൽ നമ്മൾ ഇതിൽ പോയി തോന്നണം. ഇത് ഐലൻഡ് കൊണ്ട് 15 അടിയിൽ വെള്ളമില്ലേ, അതുകൊണ്ടാണ് കുറച്ച് പണി. നമുക്ക് വില്ലേജറിനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് എനിക്കുണ്ട്. പക്ഷേ
കുറച്ച് പണിയാണ്. ഇങ്ങോട്ട് നടന്നു വന്നത് നമുക്ക് ഇത് കിട്ടിയേ. ഇനിയൊരു സ്ഥലം കൂടി കിട്ടി. ഇങ്ങോട്ട് പോവാ. ഇതെന്താണ്? അതാ അയ്യോ 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 ആവശ്യമില്ലാതെ പണി ചെയ്തു ഞാൻ. വേഗം മേലെ കയറി പോട്ടെ. എന്നിട്ട് ആ പുതിയ കേവിലും കൂടി പോയിട്ട് അവിടെ എന്തൊക്കെ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. എനിക്ക് ഈ കേവിലുണ്ടും ഒരുമിച്ചാണ് കഴിക്കുന്നതല്ല. എനിക്ക് തപ്പ ഇതിൽ ചിലപ്പോൾ വില്ലേജ് ഉണ്ടാവും. ഞാൻ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടായിട്ട് അതുവരെ പോയില്ലേ ഗേസ്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ അറിയാണ്ട് ഞാൻ പാർട്ട് 3 വരെ പാർട്ട് 2 നിൽക്കുന്നുണ്ടായിരുന്നു. സോറി, അത് വേണ്ട, എൻ്റെ മിസ്റ്റേക്കാണ്. ടെമ്പിളിൻ്റെതാണ് സാൻഡ് വില്ലേജ് എന്നല്ല. ഇവിടെ ഒരു വില്ലേജ് ഉണ്ടാവും തോന്നുന്നു. നമുക്ക് പോവാം. ഇവിടെ ഒരു ചെറിയ കേവിങ് കിട്ടിയാൽ അടിപൊളി. കിട്ടുമോ? കിട്ടിയില്ല. ചെറിയ കേവെങ്കിലും അത്യാവശ്യം വെറുതല്ല. അത് വലിയ സ്ഥലമാണ് കേസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല. വലിയ സ്ഥലം തന്നെയാണ്. ഞാൻ വന്ന സ്ഥലത്ത് തന്നെയാണോ വരുന്നതെന്ന് എനിക്ക് സംശയം. ഞാൻ എൻ്റെ വീട് മറക്കാൻ പാടില്ല. കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ വരണം. കറക്റ്റ് നമ്മൾ ജമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചിലപ്പോൾ അയൺ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അയണാണ് ഇപ്പോൾ കൂടുതൽ. ഫസ്റ്റ് അയൺ ആർമർ ഉണ്ടാകാൻ ഞാൻ കുറേ പാടുപെട്ടു. ഇപ്പോൾ അയൺ ഡയമണ്ട് തപ്പുമ്പോൾ അയൺ കിട്ടുന്നു. ഇതെന്താണ്? ഡോഗി. അയ്യോ ഞാൻ ബോൺ എടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇവന്മാർ സ്വന്തം. നമുക്ക് ഇവന്മാരനെ പെറ്റാക്കാം ഗെയ്സ്. ഇവന്മാരനെ പെറ്റാക്കാം. ആക്കാൻ പറ്റുമോ എന്തോ. ഒരുത്തന്നെ തന്നെ ആക്കാൻ പറ്റുള്ളൂ. ഇപ്പം ടൈമായി. എൻ്റെ ഫ്രണ്ടായി. എനിക്ക് പേരൊക്കെ ഇടണം. എനിക്ക് ഇടാൻ പോണ പേര് പറഞ്ഞു ഗെയ്സ്. ടൈമാവുന്നില്ല. എനിക്ക് ഇനി അടി അടിച്ചാൽ എന്നെ തീർത്ത് കളയും. വാടാ. ഇനിയിപ്പോൾ സ്കെൽട്ടൻ വന്നാൽ സീനൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചെക്കനുണ്ട്. എവിടെ പോയി? വന്ന വള്ളമൊന്നും എനിക്ക് സീനില്ലല്ലോ. എത്തുമോ നീ കരയ്ക്ക്? അവന്മാരിനെ പിടിച്ചിട്ട് വരുന്ന സമയം അവന്മാരിനെ വിളിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ ബോണില്ല. അതാ ഒരുത്തിനെ കാണണ്ടായി ഇപ്പോൾ. അവനൊരു പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയും. നിങ്ങൾ പറയുന്ന പേര് നമ്മൾ ഇടാനായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു സെലക്ഷൻ ചെയ്യാം പേര്. സ്ഥലത്തൊരു കേവ് പറഞ്ഞ സംഭവം ഇല്ലാത്തൊരു സ്ഥലമായിരിക്കുന്നു. ഞാനിപ്പോൾ ഡയമണ്ട് എടുക്കാൻ വേണ്ടി എവിടെ കളിയാണ് നോക്ക്. ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ അടുത്തവിടെയും ഉണ്ടാവും ഡയമണ്ട് ഏതെങ്കിലും കേവിൻ്റെ ഉള്ളിൽ. ഞാനതും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നലെ കണ്ടില്ലേ വില്ലേജ്? ഇന്നലത്തെ വീഡിയോയിൽ വില്ലേജ് തപ്പി നടന്ന് വില്ലേജ് കിട്ടിയില്ല. കിട്ടി, പക്ഷേ അത് കുറേ നടന്നു. പക്ഷെ ഇത് വില്ലേജ് കേവ് തന്നെയാണ്. സൈഡ് നമുക്ക് ഇതുണ്ട്. നമുക്ക് ഫസ്റ്റ് ഈ സൈഡ് നോക്കാം. ഒരു അയൺ ഉണ്ട്. ടോർച്ച് ഇവിടെ വയ്ക്കുക. പക്ഷെ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. രണ്ടെണ്ണം കിട്ടുക. എല്ലാവരും ആണല്ലോ. ഇവിടെ രണ്ടെണ്ണം. നമ്മൾ വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇല്ലല്ല, നമുക്ക് ഇതിൽ കൂടെ പോയാൽ മതി. സ്കെലറ്റൻ ടോഗി വാടാ. നമ്മളെ എവിടാവേ? വാടാ. അടിക്കടാവനെ. അടിക്കടാ. അടി അത്രേ ഉള്ളൂ. ഇത് തന്നെ എൻ്റെ മച്ചാന്. ഓക്കെ, എനിക്ക് എരിമ്പ് നമുക്ക് കുറച്ച് ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ. ഇല്ല, വാ
ഞാൻ ഫുഡ് കഴിക്കട്ടെ, എനിക്ക് ഫുഡ് കൊടുക്കുന്നതല്ല നീ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് തന്നെ കറക്റ്റാവുള്ളൂ. ഓ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഡയമൻ്റെ നിന്നെ പ്രതീക്ഷിച്ച് വന്നിട്ട് നീ കൈവിടല്ലേ. ഡയമൻ്റെ ഒരാർത്തിയുമില്ല, 30 ഡയമണ്ട് മതി. ഒരാർത്തിയുമില്ല, 30 ഡയമണ്ട് കിട്ടിയാൽ ഞാൻ മിണ്ടാണ്ട. 30 തന്നെ വേണമെന്നില്ല, ഒരു 2 എണ്ണെങ്കിലും. കുറയ്ക്ക്, ഒന്നും കിട്ടിയില്ല, പോവാ. 2 എണ്ണെങ്കിലും മിനിമം കിട്ടിയാൽ സമാധാനം. ചിലപ്പോൾ ഗൈസ് ഈ വീഡിയോ കുറച്ച് കമ്മിയായിരിക്കും, ചിലപ്പോൾ ലെങ്ത്ത് ഉണ്ടാവില്ല അത്രേ. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മേലക്കൊരുക്കുണ്ട്, ലെങ്ത്ത് ഉണ്ടാവില്ല. ഒരു ഇതില്ല ഗൈസ്, എന്താ പറയുക, ഡയമണ്ട് നമുക്ക് കിട്ടില്ല തോന്നണം. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ലെങ്ത്ത് കുറവായിരിക്കും. ലെങ്ത്ത് മാറാനായേ. കയറി പോവാ. ഇവിടെ കേവാണ്, വന്ന വഴിക്ക് തന്നെ വരികയാണല്ലോ. ശരി, ഇവിടെയോ? ഇതും വന്ന വഴിക്ക് തന്നെ വരികയാണല്ലോ. അല്ല, ഇത് വേറെ സ്ഥലമാണ്. എൻ്റെ നായിനെ കൊല്ലണോ ഡോഗ്? പോലെ പോകല്ലേ നീ. എന്തത് അവിടെ റീച്ച് ആവാൻ തോന്നുന്നു. കേറ് എങ്ങനെ രക്ഷപ്പെട്ട് വാ നീ. അയ്യോ എന്താണിത്, വീട്ടിന് ഇട്ടിട്ട് പോകാനും മനസ്സില്ല. കുറച്ച് എനിക്ക് എങ്ങനെയാ അവൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നത്. സ്പൈഡർ എവിടെ നിന്ന് വന്നോ അവൻ? റീച്ചാകുമോ? കുറച്ചും കൂടെ അടുത്ത് പോകണം തോന്നുന്നു. ഞാനിപ്പോൾ താഴെച്ചാടി ഞാൻ ചാവും. കുറച്ചും കൂടി, ഒന്നും കൂടി താഴേക്ക്. അതിനെ നോക്കണതാണ് ഭയങ്കര സങ്കടമാണ്. വേറെ വഴിയില്ല. ഇപ്പം എന്നെ അവനും വന്ന് എടുത്തു കഴിഞ്ഞാൽ പണിയാണ്. അങ്ങനെ തന്നെ കയറി വാ. ഇത് പൊട്ടിക്കട്ടെ. പൊട്ടിച്ച് കഴിഞ്ഞാൽ അവൻ്റെ എന്നെ വാ താഴേക്ക് വാ. നീ ചാട് ഇങ്ങോട്ട് ചാട് ബ്രോ, ചാട്. നമ്മൾ ചാവും എനിക്ക് തോന്നുന്നു ഗൈസ്. നമ്മുടെ എല്ലാം പോകും തോന്നണു. നിന്നെ എങ്ങനെ ഞാൻ രക്ഷിക്കുക? നീ പേടിക്കാതെ, നിന്നെ എങ്ങനെ ഞാൻ രക്ഷിക്കുക? നീ എന്നെ വലിച്ചിട്ട് പോണു. അവിടെ അവൻ ഗൈസ്, അവനവിടെ. ഓ മൈ ഗോഡ്, ഇപ്പം നമ്മൾ ചത്ത്. എന്തൊരു അത്, നമ്മുടെ വീട്ടിൽ തന്നെ പോയി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഫുൾ ആർമർ നമ്മളെടുക്കും, ഉറപ്പാണ്. ഫുൾ ആർമർ നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് കുറവാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇടാൻ പറ്റില്ല, ചെറിയ തിരക്കുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. See you. Bye bye.